ഇന്നലെ നടന്ന ഗുൽസാർ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാരണം മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കുള്ള വീഡിയോ ആണിത്. ആദ്യമായി നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് വന്നിട്ടുണ്ടാകും. ഞാൻ തൽക്കാലം 6ാം ക്ലാസ്സിൻ്റെ ഒരു ലിങ്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഗുൽസാർ സ്റ്റേറ്റ് ടാലൻറ്റ് 5A 5B 6A 6B 7A 7B എന്നിങ്ങനെ ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഈ ഗ്രൂപ്പിൽ വന്ന ഒരു ലിങ്ക് നോക്കാം. ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് വരിക. ഇവിടെയുള്ള ഈ നീല നിറത്തിൽ HTTPS എന്ന് തുടങ്ങുന്ന നീല നിറത്തിലുള്ള ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളിൽ പലർക്കും ഇത് നീല നിറത്തിൽ ലഭിക്കാതെ ബ്ലാക്ക് നിറത്തിൽ ലഭിക്കുന്ന പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെസ്സേജിൻ്റെ സൈഡ് വശത്ത് നിങ്ങളുടെ വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. അമർത്തി പിടിക്കുമ്പോൾ ഈ മെസ്സേജ് സെലക്റ്റഡായി കാണാൻ കഴിയും. നീല നിറത്തിലേക്ക് മാറിയതായി കാണാൻ കഴിയും. സ്ക്രീനിൻ്റെ മുകളിലുള്ള 3 ഡോട്ട്സ് 3 ഡോട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇത് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഈ മെസ്സേജ് നാം കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത മെസ്സേജ് നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ നമ്പറിലോ പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പേസ്റ്റ് ചെയ്യാൻ ടൈപ്പ് എ മെസ്സേജ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വിരൽ വെച്ച് അമർത്തി പിടിക്കുക. അമർത്തി പിടിക്കുമ്പോൾ പേസ്റ്റ് എന്ന് വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെസ്സേജ് അവിടെ വന്നതായി കാണാൻ സാധിക്കും. ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് മാറി നീല നിറത്തിലുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ലിങ്ക് ആക്റ്റീവ് ആയതിന് ശേഷം നീല നിറത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. നീല നിറത്തിലുള്ള അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു പേജാണ് വരിക. ലോഡ് ചെയ്താൽ ഇതുപോലെ ഗുൽസാർ സ്റ്റേറ്റ് ടാലൻറ്റ് ഫോർ ക്ലാസ് 5, ഞാൻ ക്ലാസ് 5ൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ഫോമാണ് വരിക. ഏതെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ഫോം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെസ്സേജിലുള്ള ഈ ലിങ്ക്, നീല നിറത്തിലുള്ള ലിങ്ക് നേരത്തെ ചെയ്തതുപോലെ വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. അമർത്തി പിടിക്കുമ്പോൾ ലിങ്ക് കോപ്പീഡ് എന്ന മെസ്സേജ് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ, അതല്ലെങ്കിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് അതിൽ ഗൂഗിൾ എന്നോ ക്രോം എന്നോ കാണും. ക്രോമിൽ തുറന്നാൽ മതി. ക്രോം കണ്ടില്ലേ? ക്രോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ നാം കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിനായി അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. അമർത്തി പിടിച്ചാൽ പേസ്റ്റ് വരും. ഇതിന് ശേഷം പേസ്റ്റ് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഫോർവേഡ് ബട്ടൺ ആരോ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫോം ലോഡായി. നാം നേരത്തെ കണ്ടതുപോലെ ഫോമിലെത്തി. ഇനി നാം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ പേരെഴുതുക. സ്കൂളിൻ്റെ പേരെഴുതുക. ജില്ല എഴുതുക. നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉള്ളത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുൽസാർ സ്റ്റേറ്റ് ടാലൻറ്റ് 5A 5B 6A 6B 7A 7B എന്നിങ്ങനെ 6 ഗ്രൂപ്പുകളിലായിട്ടാണ് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന കുട്ടികളുള്ളത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പേരിന് നേരെയുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുക. ചെയ്തതിന് ശേഷം
നവംബർ 1 ഞായറാഴ്ചയാണ് സംസ്ഥാന ടാലൻറ്റ് ടെസ്റ്റ് നടക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയമാണ് പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത്? എല്ലാവരുടെയും സൗകര്യം പരിഗണിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്ന സമയം അരമണിക്കൂറാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. തൽക്കാലം രാവിലെ 10-നും ഉച്ചയ്ക്ക് 2-നും ഇടയിലുള്ള സമയം, അതല്ലെങ്കിൽ രാവിലെ 7-നും 10-നും ഇടയിലുള്ള സമയം, ഇങ്ങനെ 2 സമയം തിരഞ്ഞെടുത്തു. നിങ്ങൾക്കിഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണോ ആ സമയമാണ് പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുക. അതിനുശേഷം ടാലൻറ്റ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ സ്കൂൾ തല ടാലൻറ്റ് ടെസ്റ്റിൽ നിന്ന് സംസ്ഥാന തല ടാലൻറ്റ് ടെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, മറ്റാരുടെയും സഹായം കൂടാതെ നിങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റിൽ പങ്കെടുക്കും. ഞാൻ പുസ്തകമൊന്നും നോക്കാതെ സ്വന്തമായിട്ട് പരീക്ഷ എഴുതാം. മറ്റാരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് തന്നെ ഞാൻ പരീക്ഷ എഴുതുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ആ പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മോഡൽ ടെസ്റ്റ് എന്ന 1ാമത്തെ പേജ് വരും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. മോക്ക് ടെസ്റ്റ് വെറുതെ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. ഇതിലുള്ള മാർക്ക് പ്രധാനപ്പെട്ടത് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 1ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് മേം ഡാഷ് ഹെ. ഡാഷ് മേ അല്ല, കിണറിൻ്റെ ചിത്രമുണ്ട്. കിണറിൻ്റെ ചിത്രമുണ്ട്. മേം ഡാഷ് ഹെ. കിണറിൽ എന്താണുള്ളത്? പാനിയാണ് ഉള്ളത്. പാനി എന്നതിന് ഇവിടെ ഡിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇവിടെ താഴെ ABCD എന്ന 4 ഓപ്ഷനുണ്ട്. ഇവിടെ ഏതാണോ ഓപ്ഷനെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ചോദ്യം നാം അറ്റൻഡ് ചെയ്തു. ഇനി 2ാമത്തെ ചോദ്യത്തിനായി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 2ാമത്തെ ചോദ്യം വരും. ചോദ്യം വായിക്കുക, ഏതാണ് ഉത്തരമെന്ന് നോക്കുക, ഉത്തരം ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. 3ാമത്തെ ചോദ്യം വരും. ഈ രീതിയിൽ മറ്റുള്ള ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവസാനമായി സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ലഭ്യമാകും. നിങ്ങൾ വിജയകരമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി, നിങ്ങൾ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തു. ഓക്കെ. ഇന്ന് മോക്ക് ടെസ്റ്റിനുള്ള സമയം കൂടി പറയാം. ഇന്ന് 10 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 4 വരെയും. അതിനിടയിൽ ഇന്നലെ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പിൽ ഇതുപോലെ ഇന്നലെ ഇട്ടതുപോലെ ഗ്രൂപ്പിൽ ലിങ്ക് വിടുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 10 മണി മുതൽ 11 വരെയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുമുള്ള സമയത്ത് നിങ്ങൾക്ക് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാം.